ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നീ പച്ചടം കൈ പിടിച്ചോണ്ട് നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നല്ലേ. ഇത് നമ്മുടെ വേലിച്ചീര അല്ലെ കരിയാപ്പില ചീര എന്നൊക്കെ പറയുന്ന ചീരയാണേ. നമ്മുടെ ഇവിടെ ഇത് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഇതാ എടുത്തേ. അപ്പം നമുക്ക് ഇനി ചീര വെച്ച് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം. നിങ്ങളോർക്കും ചീര തോരനാണ്, അല്ല, വേറൊരു കിടിലൻ സാധനമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ ചീര കണ്ടായിരുന്നു, നമ്മൾ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചീര മാത്രമല്ല, നമ്മളിതുണ്ടോ നല്ല മുളപ്പിച്ച ചെറുപയറും കൂടെ എടുക്കുന്നുണ്ട്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞ നല്ല കിടുക്കാച്ച ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തിയാണ്, ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. ചോറിന് പകരം ഇത് കഴിച്ചാൽ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുളപ്പിച്ച ചെറുപയർ ഇതിനെ നമുക്കിനി ആദ്യം വേവിക്കാൻ വെക്കാം. നമ്മളിത് മുമ്പ് എടുത്ത ചീര നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം ഏത് ചീരയാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഈ ചീര തന്നെ വേണമെന്നില്ല, നമ്മുടെ ഏത് ചീരയാണോ ഉള്ളത് അത് നമുക്ക് എടുക്കാം. നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, ചെറിയുള്ളി, മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇത്രയും സാധനത്തിനെ ഒന്ന് ഒത്തിരി അരച്ച് കളയരുത്, ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തോണ്ട് വരാം. പയറ് വേകാൻ വെക്കുമ്പം അധികം വെള്ളം ഒഴിക്കല്ലേ, കാരണം വെച്ചാൽ നമ്മൾ ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് പയറ് വേകാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം മാത്രം മതി. ഇത് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അധികം എന്ത് കുഴഞ്ഞു പോകണ്ട കേട്ടോ. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചെറുപയർ മുളപ്പിച്ച് ഇതേ വെന്തിട്ടുണ്ട് കണ്ടോ. ഞാനതാ പറഞ്ഞ അധികം വെള്ളം ഒഴിക്കണ്ട, പിന്നെ വെന്ത് കുഴഞ്ഞും പോകരുത്. മുളപ്പിച്ചതായതുകൊണ്ട് തന്നെ അധികം വേവില്ല കേട്ടോ, പെട്ടെന്ന് വേവും. ഇങ്ങനെ ഞെക്കുള്ളുന്ന ഒരു പാകം മതി നമുക്ക്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചീരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചീര നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഒത്തിരി വേണ്ട, ഒരു ലേശം. ഇതൊന്ന് വാടാൻ വേണ്ടിയിട്ട് മാത്രമേ, വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ പയറിൻ്റെ അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ല, പയർ ചിലപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാവേ. അപ്പൊ നമുക്ക് നമ്മുടെ പയറും ചീര എന്തായാലും നോക്കാം അല്ലേ. അത്യാവശ്യം അവര് വാടിയിട്ടുണ്ട് നന്നായിട്ട് കണ്ടോ. ഇങ്ങനെ വാടുവാണെങ്കിൽ എൻ്റെ ഒരു പച്ചമണം അങ്ങ് മാറി കിട്ടുവേ. ഇനി നമുക്ക് ഇങ്ങനെ ഇതിനെ സൈഡിലേക്ക് അങ്ങ് വകഞ്ഞ് മാറ്റി വെക്കാം. അധികമൊന്നും വേണ്ട, ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വേണ്ട കേട്ടോ, കുറച്ച് മതി. ഇതിനകത്തേക്ക് ഇത് നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന മുട്ടയാണേ, ഇറക്കി വെച്ചേക്കുന്ന ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ലേശം കുരുമുളക് പൊടി ഇങ്ങനെ തൂളി കൊടുക്കാവേ. ഒത്തിരി വേണ്ട, ലേശം മതിയേ. നമുക്ക് ആ മുട്ടേനെ നന്നായിട്ട് ചിക്കിയെടുക്കാം. പയറും ഇതും കൂടെ മിക്സ് ചെയ്യല്ലേ.
എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടയായി പോവും. മുട്ട നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. ആ മുട്ടയും ചീരയും പയറും എല്ലാം കൂടെ ഇവനെല്ലാം കൂടെ കൂട്ടി വെക്കാം അടുത്തേക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ മുമ്പേ ഇത് കണ്ടോ, തേങ്ങ അരഞ്ഞു പോകരുത് കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഈ മിക്സിയിലാണെങ്കിൽ നമ്മൾ പുഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് ഈ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പാത്രം കഴുകിയൊരു ലേശം വെള്ളം കേട്ടോ, ഒത്തിരി വെള്ളം വേണ്ട, ലേശം വെള്ളം കഴിയാം. ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടെ നമുക്ക് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പയറ് വേഗം വെച്ചപ്പം ഉപ്പ് ഒഴിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന ഉപ്പും കൂടി ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് ഇവനെ ഒന്ന് മൂടി വെക്കാം, ആവിയിലിരുന്ന് സെറ്റ് ആവട്ടെ. നമുക്ക് മൂട് തുറന്നത് നോക്കാവേ, വേറെ കണ്ടീഷൻ എങ്ങനെയായെന്ന്. നമുക്കൊന്ന് ഇളക്കിയിടാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, എല്ലാം വെന്തതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഈ തേങ്ങയുടെ ആ ഒരു കുറിച്ചവ് മാറ്റി എടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഈ സാധനം. പിള്ളേർക്കൊക്കെ ആണെങ്കിലും വളരെ ഹെൽത്തിയാണ്. അതിൻ്റെ മുളപ്പിച്ച ചെറുപയറും ചീരയൊക്കെ. പിന്നെ ഈ പ്രായമായവർക്ക് ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ചോറില്ലേലും ഈ ഐറ്റം തന്നെ കഴിച്ചാലും നല്ല ഹെൽത്തിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ മുട്ടയും ആഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി പ്രഗ്നന്റ് ലേഡീസ്, ഫീഡിങ് ചെയ്യുന്നവർക്കൊക്കെ ഈ സാധനം വളരെ ഹെൽത്തി ആയിട്ടുള്ള കേട്ടോ. ഇച്ചിരി കരിയാപ്പലയും കൂടെ ഒന്ന് തൂളി കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വെക്കാവേ. 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെക്കാം. നമ്മുടെ പയറ് മുട്ടൻ എന്തായാലും നോക്കാം അല്ലേ. നമ്മുടെ പയറും ചീരയും മുട്ടയെല്ലാം കൂടെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് തോരൻ കറി എന്ന് വിചാരിക്കണ്ട, കാരണം എന്ന് വെച്ചാൽ നമുക്കിത് ചോറിൻ്റെ കൂട്ടത്തിലല്ലാതെ ആണേലും സാധനം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രമായിട്ട് വേണേലും നമുക്ക് കഴിക്കാം. ചോറിന് പകരമായിട്ട് നമുക്ക് ഒരു ലഞ്ച് ഫുഡായിട്ട് നമുക്ക് ടിഫിനൊക്കെ പാക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്ന സാധനം ഇത് കേട്ടോ. നമുക്ക് തന്നെ നല്ല ഹെൽത്തിയുമാണ്. ആ പയറിൻ്റെ ടേസ്റ്റും ഇല്ല, നമുക്ക് ചീരയുടെ ഇല്ല, മുട്ടയുടെ അല്ല, എല്ലാം കൂടെ കൂടിക്കഴിയുമ്പോൾ ഒരു നല്ല എന്താന്ന് പറയാൻ പറ്റത്തില്ല, നല്ലൊരു പ്രത്യേക ടേസ്റ്റ്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ കുട്ടീസിനൊക്കെ ഭയങ്കര ഇഷ്ടം ഈ സാധനം. ഞാൻ കഴിഞ്ഞ ദിവസം ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അന്നേരം കുട്ടീസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മുട്ട കൂട്ടുവരാത്ത പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയുടെ ഗുണമൊക്കെ പിള്ളേർ ചെന്നോളും. നമുക്ക് നമ്മുടെ ഈ ഡിഷ് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡിഷ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെയും പുതിയൊരു റെസിപ്പിയിലൂടെയും കാണുന്നിടം വരെ ബൈ.